ഹലോ ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള സമവാക്യ ജോഡികൾ അഥവാ പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിലെ 11ാമത്തെ പേജിലെ ചോദ്യങ്ങളായിരുന്നു ചെയ്തത്. ഓക്കെ അല്ലേ? അതിൽ 7 ചോദ്യം വരെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് 8ാമത്തെ ചോദ്യം നോക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ് 8ാമത്തെ ചോദ്യം. മലയാളത്തിലും ഇംഗ്ലീഷിലും ഇവിടെ കാണാം അല്ലേ? ഇവിടെ ഒരു കുറച്ച് വെറൈറ്റി ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഞാൻ വെറൈറ്റി ചോദ്യം എന്ന് പറഞ്ഞത്? ഇതിൽ നിങ്ങൾ വായിക്കുന്ന സമയത്ത് നിനക്ക് മനസ്സിലാവും കുറച്ച് ഫിസിക്സ് റിലേറ്റഡ് കോൺസെപ്റ്റ് ആണ് അല്ലേ. നമ്മൾ മാത്സിലെ ചോദ്യങ്ങളാണ്, ഇക്വേഷൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൽ കുറച്ച് കയറി വരുന്നുണ്ട് നമ്മൾ ഫിസിക്സിലുള്ള കോൺസെപ്റ്റ്. പക്ഷേ എളുപ്പമുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന ചെറിയ ഇക്വേഷൻ അവർ തന്നിട്ടുമുണ്ട്. അപ്പോൾ എന്താ ചോദ്യം എന്ന് വായിച്ചു നോക്കാം. ഒരു സെക്കൻഡിൽ യു മീറ്റർ എന്ന വേഗത്തിൽ തുടങ്ങി ഓരോ സെക്കൻഡിലും എ മീറ്റർ പെർ സെക്കൻഡ് എന്ന നിരക്കിൽ വേഗം കൂടി നേർവരിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ടി സെക്കൻഡിലുള്ള വേഗം യു പ്ലസ് എ ടി ആണ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? നമുക്ക് ടൈം തന്നിട്ടുണ്ട് അല്ലേ. ടി എന്ന് പറഞ്ഞാൽ ടി സെക്കൻഡിലാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എ പറഞ്ഞിട്ടുണ്ട്. എ എന്താ എല്ലാവർക്കും ഓർമ്മയുണ്ടോ? എ എന്ന് പറയുന്നത് ത്വരണമായിരുന്നു അല്ലേ, ആക്സിലറേഷൻ. നിങ്ങൾ പഠിച്ചിട്ടില്ലേ ഫിസിക്സിൽ? ഓക്കെ. യു എന്ന് പറയുന്നത് എന്താ? യു എന്ന് പറയുന്നത് ആദ്യ പ്രവേഗം. ഓർമ്മയില്ലേ പ്രവേഗം എന്നുള്ള വാക്കൊക്കെ? ക്ലിയർ? അപ്പോൾ നമ്മളോട് പറഞ്ഞാൽ നമ്മുടെ ടി സെക്കൻഡിലെ വേഗം യു പ്ലസ് എ ടി ഒരു സമവാക്യമാണ് അല്ലേ, സ്പീഡിൻ്റെ അഥവാ വേഗത്തിൻ്റെ സമവാക്യമാണ്. ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ഒന്നാമത്തെ സെക്കൻഡിലെ വേഗം, അതായത് സമയം ഒരു സെക്കൻഡ് ആകുമ്പോൾ അവിടെ സ്പീഡ് എത്രയാവുന്നു? 5 മീറ്റർ പെർ സെക്കൻഡ് ആവുന്നു അല്ലേ. എന്നാൽ 5ാമത്തെ സെക്കൻഡിലെ വേഗം, ഒരു സെക്കൻഡ് മാറി സമയം 5 സെക്കൻഡിലേക്ക് എത്തുമ്പോൾ വേഗതയിലും മാറ്റം വരുന്നുണ്ട്. വേഗത എത്രയായിട്ട് മാറി? 13 മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞാൽ വേഗതയുടെ, വെലോസിറ്റിയുടെ യൂണിറ്റ് ആണ്. എല്ലാവർക്കും അറിയാലോ. ഓക്കെ അല്ലേ? ഇനി നിങ്ങളോട് ഇവിടെ കാണാൻ പറഞ്ഞത് ഓരോ സെക്കൻഡിലെയും വേഗം കൂടുന്നതിൻ്റെ നിരക്ക്, അതായത് സമയത്തിനനുസരിച്ച് വേഗത്തിലുണ്ടാവുന്ന നിരക്കിനെയാണ് നമ്മൾ ത്വരണം അഥവാ ആക്സിലറേഷൻ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ട ലെറ്റർ ഏതാണ്? എ എന്ന് പറയുന്ന ലെറ്റർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, എ എന്ന് പറയുന്നത് ത്വരണമാണ് അഥവാ എന്താണ്? ആക്സിലറേഷൻ ആണ്. നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്ന കോൺസെപ്റ്റ് ആണ് അല്ലേ. അപ്പോൾ നിങ്ങളോട് ചോദിച്ചത് വേഗം കൂടുന്നതിൻ്റെ നിരക്കാണ്. യാത്രയുടെ തുടക്കത്തിലെ വേഗം എന്താ ചോദിച്ചത്? യാത്രയിലെ തുടക്കത്തിലെ വേഗം. ഈ തുടക്കത്തിലുള്ള വേഗത്തിൻ്റെ ലെറ്ററാണ് ഏത് എന്ന് പറയുന്നത്? യു എന്ന് പറയുന്നത്. ആദ്യത്തിലുള്ള വേഗത നമ്മൾ പറയാറുണ്ട് അല്ലേ, അന്ത്യപ്രവേഗം ആദ്യപ്രവേഗം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് സംഭവം. അപ്പോൾ ആദ്യമുള്ള വേഗതയാണ് നിങ്ങളോട് ചോദിച്ചത്. അത് യു ആണ് ലെറ്റർ. അപ്പം നമുക്ക് എയും കാണണം യുവും കാണണം അല്ലേ. അല്ലെ തുടക്കത്തിലെ വേഗം. ഇനി നിങ്ങൾക്ക് ഫിസിക്സിൽ വേണ്ട, നമുക്ക് അല്ല ചോദ്യത്തിനനുസരിച്ച് തന്നെ പറയാം അല്ലേ. തുടക്കത്തിലെ വേഗം. ഈ 2 എയും യു ആണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കൂ, അതേ കാര്യങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്. അപ്പോൾ നമ്മളോട് സ്റ്റാർട്ടിങ്ങിലുള്ള സ്പീഡ് അല്ലേ. അപ്പോൾ യുവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്റ്റാർട്ടിങ് സ്പീഡ് എന്ന് വിളിക്കുന്നത് ലെറ്റർ യു ആണ്. ഓക്കെ അല്ലേ. എ എന്ന് പറയുന്നത് എന്താ? റേറ്റ് അറ്റ് വെച്ച് സ്പീഡ് ഈസ് ഇൻക്രീസിങ്. സ്പീഡ് കൂടുന്നതിനനുസരിച്ചുള്ള റേറ്റ് ആണ് എന്ത് പറയുന്നത്? എ എന്നുള്ള ലെറ്റർ. അത് ത്വരണം അഥവാ ആക്സിലറേഷൻ ആണ്. ഫിസിക്സിലുള്ള വേർഡാണ് ഞാൻ എഴുതിയത്. നിങ്ങൾക്ക് അതുകൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചോദ്യത്തിൽ തന്നിട്ടുള്ള ഈ ഇക്വേഷനെ നമുക്കൊന്ന് എടുത്തെഴുതാം. നമുക്ക് ചോദ്യത്തിൽ തന്ന ഇക്വേഷൻ ഏതാ? സ്പീഡ് ഈക്വൽ ടു, നമ്മളോട് സ്പീഡ് ഈക്വൽ ടു എന്താ? സ്പീഡ് കാണാനുള്ള സമവാക്യം പോലെ അവർ തന്നിട്ടില്ലേ, യു പ്ലസ് എ ടി. ഈ ഇക്വേഷൻ എഴുതട്ടെ. ഇനി നമുക്ക് ചോദ്യത്തിലുള്ള അടുത്ത കാര്യം എഴുതാം. നമ്മളോട് സ്പീഡ് അല്ലെങ്കിൽ നമുക്കിവിടെ എന്ത് പറയാം? മലയാളത്തിൽ എന്ത് പറയാം? വേഗം എന്ന് പറയാം കേട്ടോ. വേഗം ചോദ്യത്തിൽ അങ്ങനെയാണ് തന്നത്. അപ്പോൾ വേഗം എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? യു പ്ലസ് എ ടി. ഓക്കെ അല്ലേ. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സമയം 1 സെക്കൻഡ് ആവുന്ന സമയത്ത് അല്ലേ, വെൻ. ടൈം എന്ന് പറഞ്ഞാൽ ലെറ്റർ ഏതാ പറഞ്ഞത്? അവർ പറഞ്ഞിട്ടുണ്ട് ടി ആണ് സമയം അല്ലേ. സമയം 1 സെക്കൻഡ് ആവുന്ന സമയത്ത് നമ്മൾ സ്പീഡ് എന്താ സംഭവിക്കുന്നത്? സ്പീഡ് അല്ലെങ്കിൽ വേഗത എത്രയാവുന്നു? 5 മീറ്റർ പെർ സെക്കൻഡ് ആവുന്നു. അതിൻ്റെ യൂണിറ്റ് ആണ് 5 മീറ്റർ പെർ സെക്കൻഡ് കേട്ടോ. പിന്നെയോ അടുത്ത സെൻറ്റൻസ് പറയുന്നുണ്ട്
ടൈം 1-ൽ നിന്ന് മാറി 5-ലേക്ക് എത്തുമ്പോൾ അല്ലേ, ടൈം 5 സെക്കൻഡ് ആവുന്ന സമയത്ത് സ്പീഡ് എന്ത് സംഭവിക്കൂ, വേഗത എന്ത് സംഭവിച്ചു? 5 മാറി എത്ര മീറ്റർ പെർ സെക്കൻഡായി? 13 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാം. പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ 5-ൽ നിന്ന് എത്ര എത്തി? 13 മീറ്റർ പെർ സെക്കൻഡിലേക്ക് നമ്മൾ സ്പീഡ് മാറി. ഇത്രയും കാര്യങ്ങളാണ് ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് ഈ തന്നിട്ടുള്ള കാര്യങ്ങളൊന്ന് കൊടുക്കാം. നമ്മുടെ കയ്യിലൊരു ഇക്വേഷൻ ഉണ്ട്. ഏതാ ഇത്? മിസ് ഒന്നുകൂടിയാണ്. സ്പീഡ് ഈക്വൽ ടു അല്ലേ, സ്പീഡ് ഈക്വൽ ടു u + at. നമ്മളോട് സ്പീഡ് 5 സെക്കൻഡ് ആവുന്ന സമയത്ത് ഞാൻ അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ ഇതിൽ കൊടുക്കാൻ പോവാണ്. ഏത് കണ്ടീഷൻ? ഈ തുടക്കത്തിൽ നിങ്ങൾ കണ്ടോ, ഈ ഒരു കണ്ടീഷൻ കണ്ടോ? അത് മിസ് ഇക്വേഷനിലേക്ക് കൊടുക്കാൻ പോവാ. അപ്പോൾ സ്പീഡിൻ്റെ സ്ഥാനത്ത് എനിക്ക് 5 എന്ന് എഴുതിക്കൂടെ? സ്പീഡ് 5 ആവുന്ന സമയത്ത് 5 ഈക്വൽ ടു u നമുക്ക് അറിയില്ല അല്ലേ, അപ്പോൾ യുവിന് u തന്നെ എഴുതി. ഓക്കെ അല്ലേ? AT എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ എ ആയിട്ട് തന്നെ വെച്ചു. ഇനി ടൈം അറിയാലോ. ടൈം എപ്പോഴാണ്? ടൈം 1 സെക്കൻഡ് ആവുന്ന സമയത്തല്ലേ സ്പീഡ് 5. അപ്പോൾ ടിക്ക് പകരം ഞാൻ എന്ത് എഴുതുന്നു? 1 എന്ന് എഴുതുന്നു. ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ 5 ഈക്വൽ ടു u + a × 1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ വരും? എ എന്ന് തന്നെ വരും. നിങ്ങൾ നോക്ക്, ഇത് നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ഇക്വേഷൻ കിട്ടിയില്ലേ? 5 ഈക്വൽ ടു u + a. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷനായിട്ട് എഴുതുകയാണേ. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ കണ്ടീഷനാണ്. ഇവിടെ നോക്ക്, രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? സ്പീഡ് 13 സെക്കൻഡാണ്. അപ്പോൾ സ്പീഡിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഈ ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ. ഇതിൽ നമ്മൾ സ്പീഡിൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതുന്നു? 5 എന്നുള്ളത് മാറ്റി 13 എന്ന് എഴുതുന്നു. അടുത്ത കണ്ടീഷൻ എങ്ങനെയല്ലേ? അപ്പോൾ നമുക്ക് യു അറിയില്ല അല്ലേ, വേഗതയൊന്നും അറിയില്ല. ആദ്യ വേഗത അറിയില്ല. അപ്പം നമ്മൾ യു എന്ന് തന്നെ എഴുതി. എയും അറിയില്ല. യുവും എയും ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ഈ ടീൻ്റെ പ്ലേസിൽ കൊടുക്കാമല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടി ഇവിടെ 1 ആയിരുന്നു ആദ്യം. ഇപ്പോൾ ഇവിടെ ടി എന്താ? സമയം 5 സെക്കൻഡ് ആവുന്ന സമയത്താണ് സ്പീഡ് 13 ആയത്. അപ്പോൾ ടീൻ്റെ പ്ലേസിൽ ഞാൻ എന്ത് കൊടുക്കുന്നു? 5 എന്ന് കൊടുക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ 13 ഈക്വൽ ടു u + a × 5 നമുക്ക് എങ്ങനെ എഴുതാം? 5a അല്ലേ. നമ്മൾ 3 × x 3x എന്നൊക്കെ എഴുതാറില്ലേ? അതേമാതിരി a × 5 5a എന്ന് എഴുതാം. നിങ്ങൾ നോക്ക്, നമുക്ക് 2 ഇക്വേഷൻസ് ഇവിടെ കിട്ടിയോ നോക്ക്. ഒന്നാമത്തെ ഇക്വേഷൻ ഏതാ? ഇനി നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്ത പോലെ തന്നെ 2 ഇക്വേഷൻസ് കിട്ടിയ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ എളുപ്പമാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നാമത്തെ ഇക്വേഷനിൽ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെയല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നേ? അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും മിസ് ഒന്നുകൂടെ അവിടെ എഴുതാൻ പോവാണ്. നമുക്ക് നോക്കാം ഏതൊക്കെയായിരുന്നു ഒന്നാമത്തെ ഇക്വേഷൻ. 5 ഈക്വൽ ടു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 5 ഈക്വൽ ടു u + a. ഇതായിരുന്നു നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ അല്ലേ. ഇതൊന്നുകൂടി എഴുതുന്നു എന്നേ ഉള്ളൂ കേട്ടോ. ഇതെന്തിനാണ് ഞാൻ എഴുതിയത്? അതായത് ഈ ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മാറ്റി എഴുതാം? ഞാൻ പറയാറുണ്ട്, നമുക്ക് ഒന്നില്ലെങ്കിൽ u ഈക്വൽ ടു എന്ന് ഇവിടെ കിട്ടണം, അല്ലെങ്കിൽ a ഈക്വൽ ടു എന്ന് കിട്ടണം. യുവിൻ്റെ വാല്യൂ കിട്ടിയാൽ നമുക്ക് ആ ഇക്വേഷനിലേക്ക് കൊടുക്കാം അല്ലേ. അപ്പം മിസ് എന്ത് ചെയ്യുന്നു? വേണമെങ്കിൽ ഇതിനൊന്ന് തിരിച്ചെഴുതിക്കൂടെ? ഇനി കൺഫ്യൂഷൻ ഉള്ളവർക്ക് u + a ഈക്വൽ ടു 5 എന്ന് എഴുതുന്നു കേട്ടോ. 5 ഈക്വൽ ടു u + a എന്ന് എഴുതുന്നതും u + a ഈക്വൽ ടു 5 എന്ന് എഴുതുന്നതും ഒരു വ്യത്യാസമില്ല. ഇനി യുവിനെ മാത്രം ഇവിടെ വെക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ +a റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. +a റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ എന്താവും? -a എന്നാവും. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് യുവിൻ്റെ വാല്യൂ 5 - a എന്ന് കിട്ടി. നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. 5 - a എന്ന് കിട്ടി. ഇനി നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു എന്ന് പറഞ്ഞേ? 13 ഈക്വൽ ടു u + 5a. അതല്ലേ നമ്മളിവിടെ ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് രണ്ടാമത്തെ ഇക്വേഷൻ, u + 5a. ഇതിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എന്താ ചെയ്യാറുണ്ടായിരുന്നത്? നമ്മൾ ഈ കിട്ടിയിട്ടുള്ള യുവിൻ്റെ വാല്യൂ കണ്ടോ? u ഈക്വൽ ടു 5 - a. ഈ യുവിൻ്റെ 5 - a എന്ന് പറയുന്ന വാല്യൂ ഈ യുവിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെയല്ലേ നമ്മൾ എല്ലാ ചോദ്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് എഴുതുന്നു? 13 ഈക്വൽ ടു യുവിൻ്റെ സ്ഥാനത്ത് യു എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. യുവിൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതും? 5 - a പ്ലസ് ആരുണ്ട്? ഈ 5a നമ്മൾ മറന്നു പോകരുത് കേട്ടോ. ഈ 5a അതേപോലെ എഴുതി ഈ യുവിൻ്റെ പ്ലേസിൽ മാത്രം ഈ 5 - a എന്നാക്കി.
ക്ലിയർ അല്ലേ? ഇനി നമുക്ക് സാധാ പോലെ സോൾവ് ചെയ്തെടുക്കാം. 13 ഈക്വൽ ടു, നിങ്ങൾ നോക്കടാ, ഇവിടെ ഒരു -a ഉണ്ട് +5a ഉണ്ട് അല്ലേ? അതായത് -1 + 5, ഈ ഒരു അർത്ഥമല്ലേ? നമുക്കറിയാം -1 + 5 എന്ന് പറഞ്ഞാൽ 1 +1 -1 നമ്മൾ എന്താ ചെയ്യുക? വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടും. അതല്ലേ നമ്മൾ ചെയ്യാറുള്ളത്? അല്ലെങ്കിൽ ഇതിന് നമുക്ക് -1 +5 പകരം 5 - 1 എന്ന് എഴുതാം. 2 എഴുതിയാലും സെയിം അല്ലേ? 5 - 1 എത്രയാ? 4 ആണ് അല്ലേ? അപ്പം -1 + 5 എന്ന് പറഞ്ഞാൽ എന്താ? 5 - 1, അപ്പം 4 എന്ന് കിട്ടും. അപ്പം നിങ്ങൾ നോക്ക്, ഇവിടേക്ക് -a + 5a എന്ന് പറഞ്ഞാൽ എന്താ? 5aയിൽ നിന്ന് ഒരു a കുറയുന്നു. അപ്പോൾ എത്ര a വരും? ഈ 5 മിസ് അതേപോലെ എഴുതി, അതിന് മാറ്റം വരുത്തരുത്. എന്നിട്ട് 5aയിൽ നിന്ന് ഒരു a കുറഞ്ഞാൽ ബാക്കി 4a അല്ലേ ഉള്ളത്? അപ്പം ഇങ്ങനെ എഴുതിക്കൂടെ? തെറ്റൊന്നുമില്ലല്ലോ. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾ നോക്കുക, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഇങ്ങനെയാണ് അല്ലേ? ഇനി നമുക്ക് ഈ 4a അവിടെ നിൽക്കട്ടെ. 4aനെ നമ്മൾ അവിടെ തന്നെ വെക്കുന്നു. ഈ +5 ലെഫ്റ്റിലേക്ക് വരുമ്പോൾ എന്താവും? +5 ഇങ്ങോട്ട് വരുമ്പോൾ -5 എന്നാവും അല്ലേ? +5 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? -5. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ആരുണ്ട്? ഓൾറെഡി 13 ഉണ്ട്. 13ൻ്റെ അടുത്തേക്ക് +5 കൊണ്ടുവന്നു, -5 എന്നാക്കി, ഈക്വൽ ടു 4a. ഡൗട്ടൊന്നുമില്ലല്ലോ. 13 നിന്ന് 5 കുറച്ചാൽ എത്ര കിട്ടും? 8 കിട്ടും അല്ലേ? 8 ഈക്വൽ ടു 4a. അപ്പോൾ നമുക്ക് a കിട്ടാൻ എന്ത് ചെയ്യണം? 8 ഈക്വൽ ടു 4 എന്ന് പറയുന്നത് 4a ഈക്വൽ ടു 8 എന്ന് പറയുന്നത് സെയിമാ അല്ല? ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ 4a ഈക്വൽ ടു 8 നമുക്ക് ലെഫ്റ്റിലേക്ക് a കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്തതാട്ടോ, വേറെ ഒന്നുമല്ല. അപ്പോൾ 4a ഈക്വൽ ടു 8 എന്ന് കിട്ടി. സോ a കിട്ടാൻ എന്ത് ചെയ്യണം? 8 ഒന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? 4a എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് 4 × a ആണ് 4a അല്ലേ? അപ്പം ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ അഥവാ ഗുണനം റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? ഹരണമാവും. ഗുണനം റൈറ്റിലേക്ക് പോകുമ്പോൾ എന്താവും? ഹരണമാവും. അപ്പോൾ ×4 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ ÷ 4 ആവും. ക്ലിയർ അല്ലേ? 8/4ൻ്റെ ആൻസർ എന്ത് വരും? 2 എന്ന് വരും. 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയാ? 2. അപ്പം നമുക്ക് എൻ്റെ ഉത്തരം കിട്ടിയില്ലേ? ഇനി നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഒരു കാര്യം കൂടെ കണ്ടുപിടിക്കാനുണ്ട്. ആദ്യത്തെ വേഗത എത്രയാണെന്നും കൂടെ ചോദിച്ചിട്ടില്ലേ? ആ ലെറ്റർ യു ആണ് ഞാൻ ചോദ്യം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടില്ലേ? ഈ 2 കാര്യങ്ങളല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? തുടക്കത്തിലെ വേഗത, അതിൻ്റെ ലെറ്റർ ഏതാ പറഞ്ഞിട്ടുണ്ട്? യു ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്ക്, നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഒന്നാമത്തെ ഇക്വേഷനിൽ നമ്മൾ യു ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടില്ലേ? അപ്പം നമ്മുടെ കയ്യിൽ ആരുണ്ട്? ആരാ ഉള്ളത്? യു ഈക്വൽ ടു 5 - a നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാ അല്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ a കിട്ടാൻ വേണ്ടി എൻ്റെ വാല്യൂ നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? a എന്ന് പറയുന്നത് 2 ആണ് നമുക്ക് കിട്ടിയില്ലേ? അപ്പം എൻ്റെ പ്ലേസിൽ 2 എന്ന് എഴുതുന്നു. സോ യു ഈക്വൽ ടു 5 നിന്ന് 2 കുറച്ച് എത്രയാ? 3. അപ്പം നിങ്ങൾ നോക്ക്, നമുക്ക് എയും കിട്ടി യുവും കിട്ടി. ഇതല്ലായിരുന്നു നമ്മുടെ ചോദ്യം അല്ലേ? ചോദ്യത്തിനനുസരിച്ച് നമുക്ക് ഉത്തരം എങ്ങനെ മാറ്റി എഴുതാം? ദ സ്പീഡ് ഓഫ്, ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതാം? ദ സ്പീഡ് ഓഫ് ദ ഒബ്ജക്റ്റ് അല്ലേ? ആ ഒബ്ജക്റ്റിൻ്റെ സ്പീഡാണ് അറ്റ് ദ ബിഗിനിങ്. തുടക്കത്തിൽ സ്പീഡാണ് അല്ലേ? തുടക്കത്തിൽ സ്പീഡിനെയായിരുന്നു നമ്മൾ എന്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അല്ലെങ്കിൽ ആദ്യത്തെ വേഗം, അതായത് ആ സാധനത്തിൻ്റെ, ആ ഒബ്ജക്റ്റിൻ്റെ ആദ്യത്തെ വേഗം എന്ന് പറയുന്നത് ലെറ്റർ ഏതാണെന്നാണ് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? തുടക്കത്തിൽ തന്നെ യു ആയിരുന്നു അല്ലേ? ആദ്യത്തെ വേഗത്തിന് നമ്മൾ യു എന്നുള്ള ലെറ്ററാണ്. അപ്പോൾ യുവിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയല്ലോ 3. വേഗത ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? യൂണിറ്റ് 3 m/s എന്ന് കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു സബ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു അല്ലേ? അതായത് റേറ്റ് അറ്റ് വിച്ച് ദ സ്പീഡ് ചേഞ്ചസ് ഇൻ എവറി സെക്കൻഡ്. നമ്മളോട് സ്പീഡ് മാറുന്ന റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എ എന്ന് പറയുന്ന ലെറ്റർ അല്ലേ? അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന ലെറ്റർ നമുക്ക് എന്ത് കിട്ടി? 2 m/s എന്നും കിട്ടി. ക്ലിയർ അല്ലേ? ഈ എ എന്ന് പറയുന്നത് എന്താ? ഡൗട്ടുള്ളവർ നോക്കുക. എ എന്ന് പറയുന്നത് ഇതാ ഇവിടെ ചോദിച്ചിട്ടില്ലേ? ഓരോ സെക്കൻഡിലും വേഗം കൂടുന്നതിൻ്റെ നിരക്ക്. ഓരോ സെക്കൻഡിലും വേഗം കൂടുന്ന നിരക്കാണ് എ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അത് മൊത്തം എഴുതാത്തതുകൊണ്ട് മിസ് എന്ത് ലെറ്റർ ഉപയോഗിച്ച് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എൻ്റെയും യുവിൻ്റെയും വാല്യൂ കിട്ടി. ക്ലിയർ ആണല്ലോ? ചോദ്യം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. u + at എന്ന് പറഞ്ഞ ഇക്വേഷനിലേക്ക് നമ്മൾ യുവും എയും കണ്ടുപിടിച്ചു. 2 ഇക്വേഷൻസ് നിർമ്മിച്ചു, എന്നിട്ട് അത് കണ്ടുപിടിച്ചു. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾക്ക് അടുത്ത കോൺസെപ്റ്റ് വരുന്നത്, നിങ്ങൾ 12ാമത്തെ പേജിൽ തന്നെ നിങ്ങൾക്ക് ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. 2 സമവാക്യങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട് അല്ലേ? അതിലെന്താ നിങ്ങളോട് പറയുന്നത്?
ഇതേപോലെ തന്നെ 2 ഇക്വേഷൻസ് നമ്മൾ ഫോം ചെയ്യുന്നു, എന്നിട്ട് സോൾവ് ചെയ്യുന്നു. ഇതിൽ നിന്ന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങൾ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതും നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളെ എക്സാമിന് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ് നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.